തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന ആരോപണം വരുന്നുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയയ്ക്ക് എത്തിയ 26-കാരുടെ നെഞ്ചിൽ ഒരു 50 സെന്റിമീറ്റർ നീളമുള്ള വയർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അത് മറന്നുവെച്ചു എന്ന് ഡോക്ടർ അടക്കം സ്ഥിരീകരിക്കുന്നു. ഷഫീദ് റാവുത്തറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഈ പറഞ്ഞതുപോലെ ഒരു മറവി തന്നെയാണ്, പിഴവ് തന്നെയാണ്. ആ പിഴവ് ഡോക്ടർ സമ്മതിക്കുന്നുമുണ്ട്. പക്ഷേ പുറത്തെടുക്കൽ ഇപ്പോൾ പ്രതിസന്ധിയാണ്. ഈ വയർ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾക്ക് പരാതിക്കാരി പോയിട്ടുണ്ടോ? ഗുരുതര ചികിത്സാ പിഴവാണ്, പോലീസ് നടപടികളിലേക്ക് അടക്കം കടക്കേണ്ട കുറ്റകൃത്യം കൂടിയാണ്. സുഹേൽ, ഇക്കാര്യത്തിൽ ഇവർക്കൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഈ സ്വകാര്യ ആശുപത്രിയിലെ എക്സ്റേയിൽ നിന്നടക്കം ഇത് ആദ്യം കണ്ടെത്തുന്നു. അതിനുശേഷം ശ്രീചിത്ര ആശുപത്രിയിൽ തന്നെ ഒരു ഡോക്ടർ ഇത് പരിശോധിക്കുകയും അദ്ദേഹമാണ് വിശദമായിട്ടുള്ള CT സ്കാൻ അടക്കം ചെയ്ത് അങ്ങനെ ഒരു വയർ അവരുടെ നെഞ്ചിലുണ്ട്, അത് അവരുടെ രക്തക്കുഴലിനോട് ചേർന്നിരിക്കുകയാണ്, അത് റിമൂവ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്, റിമൂവ് ചെയ്താൽ അത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന കാര്യമായി മാറുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവരോട് പറഞ്ഞു മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ഇവർ ഈ ഡോക്ടർ രാജീവ് കുമാർ കൈ ഒഴിഞ്ഞതിന് പിന്നാലെയാണ് അവർ പരാതിയുമായി രംഗത്തെത്തിയത്. ഇപ്പോൾ DMOയ്ക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത മണിക്കൂറിൽ ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകും, അവരുടെ MP അടക്കം പരാതി നൽകും. ഈ വിഷയത്തിൽ അവരുടെ ജീവിതം അത് വലിയ പ്രതിസന്ധിയിലും പ്രശ്നത്തിലുമാണ്. കാരണം 6 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് അവർക്ക്. അതേപോലെ തന്നെ അവർക്ക് കാര്യമായി ഇനി ചികിത്സ നടത്താനുള്ള സാമ്പത്തിക സാഹചര്യം ഇല്ല. മാത്രവുമല്ല, അവർ ഇപ്പോൾ പറയുന്നത് അവർ അനുഭവിക്കുന്ന അതിഭീകരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ്. കാരണം അവർ 5 സ്റ്റെപ്പ് നടന്നു കഴിയുമ്പോൾ അവർക്ക് ശ്വാസം മുട്ടൽ വരുന്നു, കിതപ്പ് വരുന്നു, നടക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. അങ്ങനെ വളരെ ആരോഗ്യവതിയായിട്ടുള്ള ഒരു 26-കാരി ഒരു അമ്മ അവർ പോകുന്നു. അവരുടെ ആരോഗ്യം മൊത്തം നശിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിന് ഏതായാലും ഇക്കാര്യത്തിലൊരു വിശദമായ പരിശോധന ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്നുള്ള ആവശ്യം കൂടി അവർ അത് മുന്നോട്ട് വെക്കുന്നുണ്ട്. അവർ ഡോക്ടർക്കെതിരെ നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകണം എന്നതിനപ്പുറത്തേക്ക് അവരുടെ തുടർ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ അക്കാര്യത്തിൽ ഉറപ്പുവരുത്തണം. ജീവിതകാലം മുഴുവൻ ഈ രീതിയിൽ പോകാൻ കഴിയുന്ന അവസ്ഥയല്ല അവർക്കെന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ അസാധാരണമായ ഒരു സംഭവമാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വയറിന്റെ ഉപയോഗം ഏത് ഓർഗനിലേക്കാണോ സർജറിക്ക് പോകുന്ന, സർജറിക്ക് മുൻപ് അതിനെ ലീഡ് ചെയ്യുന്ന ഒരു സംവിധാനം എന്ന രീതിയിലാണ് ആ വയർ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ആ വയർ റിമൂവ് ചെയ്യുക അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കേസിൽ, സുബൈയുടെ കേസിൽ അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അവർ വ്യക്തമാക്കുന്ന ആ കാര്യം. ഏതായാലും അങ്ങനെ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന എക്സ്റേയിൽ അടക്കം നമുക്ക് കൃത്യമായി തന്നെ ആ വയർ കാണാൻ സാധിക്കും. അത് എത്രത്തോളം അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കി എന്നുള്ളത് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പിൽ നിന്നൊരു വിശദീകരണം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ കർശനമായിട്ടുള്ള ചില പരിശോധനകളും അന്വേഷണവും നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഏതായാലും കാട്ടാക്കട സ്വദേശിയായിട്ടുള്ള 26 വയസ്സുകാരി തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഡോക്ടർ രാജീവ് കുമാറിനെ സമീപിക്കുന്നത്. 2023 മാർച്ച് മാസം അതുമായി ബന്ധപ്പെട്ട സർജറി അത് നടക്കുന്നു. 8 ദിവസം ഇവർ ICUവിലാകുന്നു. അതിനുശേഷം ഇതൊക്കെ ഭേദപ്പെട്ട് വീട്ടിലേക്ക് പോയി. എന്നിട്ടും അവരുടെ അസുഖം മാറുന്നില്ല. തുടർന്ന് 2 വർഷക്കാലം ഇതേ ഡോക്ടറിന്റെ അടുത്ത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചൂണ്ടിക്കാട്ടി ചികിത്സയ്ക്ക് പോകുന്നു. പെട്ടെന്നൊരു കഫക്കെട്ടുണ്ടായി. അത് ശ്വാസമുട്ടലിലേക്ക് നയിച്ചപ്പോഴാണ് അവർ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും അവിടെ നടത്തിയ എക്സ്റേയിലാണ് ആദ്യം ഇങ്ങനെ ഒരു വയർ, അതൊരു സർജിക്കൽ വയർ അവരുടെ ഹൃദയത്തിലുണ്ട് എന്നുള്ള കാര്യം, നെഞ്ചിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നത്. അതിനുശേഷം വീണ്ടും ഈ ഡോക്ടറുടെ അടുത്ത് സമീപിക്കുന്നു. ഡോക്ടർ മറ്റു ഡോക്ടേഴ്സിനോട് നിർദ്ദേശിക്കുന്നു, ചികിത്സ തേടാൻ നിർദ്ദേശിക്കുന്നു. അതിനിടയിൽ ആ ഡോക്ടർ തന്നെ യുവജന വ്യക്തമാക്കുന്ന കാര്യമുണ്ട്. ഡോക്ടറോട് പലതവണ അതുമായി ബന്ധപ്പെട്ട് താൻ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് തനിക്കൊരു പിഴവ് പറ്റി, മാത്രവുമല്ല അത് കാര്യമായ പ്രശ്നമല്ല, അത് എടുത്തു മാറ്റാം, കീ ഹോൾ സർജറി ഉപയോഗിച്ചത് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഡോക്ടർ തങ്ങളോട് പറഞ്ഞത് എന്നുള്ള കാര്യമായി യുവതി വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷം ശ്രീചിത്രയിൽ നടത്തിയ പരിശോധനയിൽ CT സ്കാനിൽ അത് റിമൂവ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് കണ്ടെത്തിയതോടുകൂടി ഡോക്ടർ പൂർണ്ണമായും കൈയൊഴിഞ്ഞെന്നും വിളിച്ചാൽ പിന്നെ പ്രതികരിച്ചിട്ടില്ലെന്നും അതടക്കമുള്ള കാര്യങ്ങൾ യുവതി പറയുന്നു. അതിനുശേഷമാണ് ഇവർ പരാതിയുമായി രംഗത്തെത്തിയത്. സ്വാഭാവികമായും അവരോട് നമ്മൾ കുറേ നേരം സംസാരിച്ചതാണ്. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ള കാര്യം അവർക്കറിയില്ല. മാത്രവുമല്ല അവരെ സംബന്ധിച്ച് ഇപ്പോൾ അവർ നേരിടുന്ന ചികിത്സാ സംബന്ധമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നവും അതേപോലെ അവരുടെ ആരോഗ്യത്തിനുണ്ടായിരിക്കുന്ന ഭീഷണിയും അത് ചെറുതല്ല. 26 വയസ്സുകാരി 5 സ്റ്റെപ്പ് നടക്കുമ്പോൾ അണച്ചു വീഴുന്ന സാഹചര്യം അത് ഗുരുതരമാണ്. ആ ഗുരുതരമായിട്ടുള്ള ആരോഗ്യാവസ്ഥ അവർക്കുണ്ടായ സാഹചര്യത്തിലാണ് അവർ പരാതിയുമായി ജില്ലാ മെഡിക്കൽ ഓഫീസറെ സമീപിച്ചിട്ടുള്ളത്. ഇനി പരാതി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും അവരുടെ MPക്കും അടക്കം നൽകും. സ്വാഭാവികമായും ആരോഗ്യമേഖലയിൽ മുൻപുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പോലെയല്ല ഇത് നമ്മൾ ഹർഷിന കേസൊക്കെ നമ്മൾ കണ്ടതാണ്. എത്ര നാളത്തെ പോരാട്ടത്തിനൊടുവിലാണ് അത് വിജയം കണ്ടത് എന്നുള്ളത്. സ്വാഭാവികമായും ആ രീതിയിലുള്ളൊരു അവസ്ഥ ഇവിടെ ഒരു 26-കാരിക്ക് ഉണ്ടായിരിക്കുന്നു. സുഹൈൽ, പക്ഷെ അവിടെയുള്ളൊരു വ്യത്യാസം, ഇപ്പോഴും ആ യുവതി ആ നെഞ്ചിലുള്ള വയറുമായി തന്നെയാണ് ജീവിക്കുന്നത്. 26 വയസ്സാണ്, ആരോഗ്യമുള്ള യൗവനത്തിന്റെ പ്രായമാണ്. ആ ഘട്ടത്തിലാണ് 5 സ്റ്റെപ്പ് കയറുമ്പോഴേക്കും ശ്വാസം മുട്ടി കിതച്ചിരിക്കേണ്ടി വരുന്ന ഒരു വല്ലാത്ത സ്ഥിതി ഉണ്ടാകുന്നത്. ഒരു സ്വമേധയ ഉണ്ടായ രോഗത്തിന്റെ ഭാഗമായല്ല,
മറിച്ച് തൻ്റെ ആരോഗ്യം നന്നാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ തൻ്റെ ഒരു രോഗം ആ രോഗത്തിന് ചികിത്സ തേടിയപ്പോൾ പകരമായി പിഴവിൽ വന്ന ദുർവിധിയാണെന്നാണ് ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യം. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഡോക്ടർ തന്നെ പിഴവ് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം ഇത്തരത്തിലൊരു എക്സ്റേ റിപ്പോർട്ടുമായി പോകുമ്പോൾ ആ എക്സ്റേ റിപ്പോർട്ടിൽ ആ വയറ് കാണുമ്പോൾ ഇത് എങ്ങനെ വന്നു എന്ന് ആ രോഗിയോട് തിരിച്ച് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അത്രത്തോളം ബോധവും ആ ഡോക്ടർക്ക് ഉണ്ടായിരുന്നില്ലേ ഷഫീദ്, ഇത് തൻ്റെ പിഴവാണെന്നും താൻ ചികിത്സിച്ചതിന് പിന്നാലെ ഉണ്ടായതാണെന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ ഇത് മറ്റെവിടെ നിന്നോ എങ്ങനെയോ ശസ്ത്രക്രിയയിൽ ഉണ്ടായ വയറാണെന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ വന്ന പിഴവാണെന്ന് വരുത്തി തീർക്കാനും ഒരു ശ്രമം അവിടെ ഉണ്ടായില്ലേ ഷഫീദ്? സുഹൈൽ, ഇക്കാര്യത്തിൽ DMOയ്ക്ക് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർക്ക് സുമയ്യ കൊടുത്ത പരാതിയുടെ പകർപ്പ് അതിൻ്റെ പ്രസക്തമായ ചില ഭാഗങ്ങൾ കൂടി ഞാൻ വായിക്കാം. അതായത് അതിൽ പറയുന്നത്, എൻ്റെ എക്സ്റേ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന നടുക്കുന്ന ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ നെഞ്ചിനകത്ത് 50 സെൻറ്റിമീറ്റർ നീളം വരുന്ന ഒരു വയർ കിടക്കുന്നതായി എക്സ്റേയിൽ തെളിഞ്ഞു. ആ എക്സ്റേയും കൊണ്ട് ഡോക്ടർ രാജീവ് കുമാറിനെ ഞങ്ങൾ സമീപിച്ചു. എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് അറിയില്ല എന്നും ഡോക്ടർ രാജീവ് കുമാർ പറഞ്ഞു. ഡോക്ടർ രാജീവ് കുമാറാണ് എൻ്റെ സർജറി നടത്തിയതും തുടർ ചികിത്സ നടത്തിയതും. മാത്രവുമല്ല, എനിക്ക് മുൻപ് ഒരു സർജറി ഹിസ്റ്ററി ഇല്ല എന്നുള്ള കാര്യം കൂടി ഈ പരാതിയിൽ ആ പെൺകുട്ടി വ്യക്തമാക്കുന്നുണ്ട്. ഡോക്ടർ രാജീവ് കുമാർ പിന്നീട് ആ പരാതിയിൽ പറയുന്നുണ്ട്, ഡോക്ടർ രാജീവ് കുമാർ വേറെ ഡോക്ടർമാരുമായി സംസാരിക്കുകയും കീ ഹോൾ സർജറി വഴി ആ ട്യൂബ് നെഞ്ചിനകത്ത് നിന്നും എടുത്തു തരാമെന്ന് പറയുകയും ചെയ്തു. ഇത് എൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു കയ്യബദ്ധം കൊണ്ടുള്ള വീഴ്ചയാണ്. ഇത് റിമൂവ് ചെയ്യുന്നതിനുള്ള എല്ലാ നടപടികളും ഞാൻ ചെയ്തു തരാം. മറ്റാരോടും ഇത് പറയേണ്ട എന്ന് പറയുകയും ഡോക്ടർ ചെയ്തു എന്ന് ഡോക്ടർ പറയുകയും ഉണ്ടായി എന്ന് ആ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഞങ്ങളെടുത്ത 2 എക്സ്റേ, ആ പരാതിയിൽ പറയുന്നതാണ്, ഞങ്ങളെടുത്ത 2 എക്സ്റേ ഡോക്ടർ രാജീവ് കുമാർ വാങ്ങിച്ചു, തിരിച്ചു നൽകിയതുമില്ല എന്നുള്ളൊരു കാര്യം കൂടി. അപ്പോൾ ബോധപൂർവം തനിക്ക് പറ്റിയ ഒരു വീഴ്ച അത് മറയ്ക്കാനുള്ള ഒരു ശ്രമവും ഇതിന്റെ ഭാഗമായി നടന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പരാതിയുടെ പകർപ്പ് കൂടി നമുക്ക് ചേർത്തുകൊണ്ടൊരു കാര്യം ചോദിക്കട്ടെ. ഇത്തരത്തിലൊരു പിഴവ് കണ്ടെത്തിയതിന് പിന്നാലെ ഈ ഡോക്ടർ നിർദ്ദേശിച്ച ഡോക്ടറെ തന്നെയാണ് ഇവർ കാണാൻ പോയത്. അതായത് മറ്റാരെയും കാണിക്കേണ്ട, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താൻ നിർദ്ദേശിക്കുന്നിടത്ത് പോയാൽ മതി എന്ന രീതിയിൽ, കുറ്റകരമായ രീതിയിൽ തന്നെ അത് പുറത്തു വരാതിരിക്കാൻ ശ്രമവും ഡോക്ടർ നടത്തിയെന്ന് അനുമാനിക്കാമോ ഈ പരാതി ആധാരമാക്കി പറയുകയാണെങ്കിൽ? സുഹൈൽ, ഉറപ്പായിട്ടും. കാരണം അതിൽ തന്നെ പറയുന്നുണ്ട്, ആ 2 എക്സ്റേ വാങ്ങി തങ്ങൾ എടുത്ത, അതായത് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് എടുത്ത 2 എക്സ്റേ ഈ ഡോക്ടർ വാങ്ങി കയ്യിൽ വെച്ചു, ഡോക്ടർ രാജീവ് കുമാർ കയ്യിൽ വെച്ചു, തിരിച്ച് നൽകിയില്ല. മാത്രവുമല്ല, തുടർന്ന് മെഡിക്കൽ കോളേജുമായി ഡോക്ടർ രാജീവ് കുമാർ ബന്ധപ്പെടുകയും അവിടെ കൊണ്ടുപോയി കാർഡിയോളജി ഡോക്ടർ ഒരു പേരുണ്ട്, കാണിക്കുകയും ഡിജിറ്റൽ എക്സ്റേ എടുക്കുകയും ചെയ്തു. ഇത് രക്തക്കുഴലിനകത്താണ് കിടക്കുന്നതെന്നും പറഞ്ഞു. കീ ഹോൾ സർജറി വഴി എടുക്കാമെന്നാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ CT സ്കാൻ എടുക്കാൻ ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം തങ്ങൾ CT സ്കാൻ എടുത്തു. അതിനുശേഷം അവർ പറയുന്നത്, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ, ഗൈഡ് വയർ ഇൻ ദ ഇലിയക് വെയിൻ എന്നുള്ള ഒരു അപ് ടു SVC എന്ന് രേഖപ്പെടുത്തിയ ഒരു കാർഡിയോളജി ഡോക്ടറുടെ CT റിപ്പോർട്ട് അവരുടെ കയ്യിൽ കിട്ടി. അതിനുശേഷം റേഡിയോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞയച്ചു. റേഡിയോളജി ഡോക്ടർ പറഞ്ഞത്, ഈ ഗൈഡ് വയർ രക്തക്കുഴലുമായി ഒട്ടിപ്പോയി, എടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതിനുശേഷം തൈറോയിഡ് ഗ്രന്ഥി ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ രാജീവ് കുമാറിനെ വീണ്ടും ബന്ധപ്പെട്ടു, ഈ വിവരങ്ങൾ അറിയിച്ചു. എന്നാൽ എനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം മറുപടി നൽകിയെന്നും പിന്നീട് വിളിച്ചിട്ട് എടുത്തിട്ടില്ല എന്ന കാര്യവും സുമയ്യ ഈ DMOയ്ക്ക് കൊടുത്ത പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ പിഴവ് ആദ്യഘട്ടത്തിൽ പുറത്തു വരാത്ത രീതിയിൽ ആ ഡോക്ടർ ഇവരോട് സംസാരിച്ച് ഇവരെ കൺവിൻസ് ചെയ്ത് പരിക്ക് പറ്റാത്ത രീതിയിൽ അത് ഒഴിവാക്കാൻ, തനിക്ക് പറ്റിയ വീഴ്ച അത് ഒഴിവാക്കാൻ ഒരു ശ്രമം നടത്തി സുഹൃത്തുക്കളായിട്ടുള്ള മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് ഇത് റഫർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നു, ഇത് രക്തക്കുഴലുമായി ചേർന്ന് പോയി, അതിനെ എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ആ രോഗിയെ പൂർണ്ണമായും കൈയൊടിയുന്ന നിലയിലേക്ക് ആ ഡോക്ടർ പ്രവർത്തിച്ചു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ളൊരു അലിഗേഷനാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു അലിഗേഷനായി നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ വിഷയത്തിൽ DMO പരിശോധന നടത്തണം. അതിൽ അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട്, ഇതിനു മുൻപ് ഒരു സർജറി ഹിസ്റ്ററി തനിക്കുണ്ടായിട്ടില്ല. തൈറോയിഡ് പ്രശ്നമായിരുന്നു ആദ്യമായി ഉണ്ടായ ഒരു ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം. അതിൻ്റെ പേരിലാണ് സർജറി നടത്തിയത്. പക്ഷേ ആ ഡോക്ടർ തള്ളിപ്പറഞ്ഞതോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാതെ പെരുവഴിയിലായ അവസ്ഥയായെന്നും സുമയ്യ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും അതൊരു ഗുരുതരമായ സാഹചര്യമാണ്. ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ വളരെ കൃത്യമായിട്ടൊരു അന്വേഷണം നടക്കുകയും വേണം. സുഹൈൽ.